പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 ആണ്ട് മലയാള മാസ പുതുവർഷ രാശിക്കൂർ ഫലമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അത് വൃശ്ചികക്കൂറിൻ്റെ കാര്യമാണ് പറയുന്നത്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ്. വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 2025 ഒക്ടോബർ 18 വരെ വേഴം 8-ലും അതിനുശേഷം 9-ലും 2025 ഡിസംബർ 5-ന് ശേഷം വേഴം വീണ്ടും 8-ലും 2026 ജൂൺ 1-ന് ശേഷം വേഴം വീണ്ടും 9-ലും വരുന്ന ഒരു സമയമാണ്. ശനി 5-ലും രാഹു 4-ലും കേതു 10-ലും വരുന്നതിനാൽ ഇവർക്ക് ഈ വർഷം ഗുണഫലപ്രദമായിട്ടാണ് കാണുന്നത്. ഇവർക്ക് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ മലയാള പുതുവർഷം കാണുന്നത്. ഇവർക്ക് കുടുംബ സംബന്ധമായ സുഖം കിട്ടും. കുടുംബത്തിൽ നല്ലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും. കുടുംബപരമായ കാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടൊക്കെ സാധ്യത ഉള്ളതാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാനായിട്ടും സാധ്യത കാണുന്നുണ്ട്. വിവാഹ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. വിവാഹ സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് തടസ്സങ്ങളായിട്ട് നിൽപ്പുണ്ടെങ്കിൽ, വിവാഹ സംബന്ധമായി തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറിക്കിട്ടാനും വിവാഹ സംബന്ധമായ മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാനും ഈ സമയം വളരെ നല്ലതാണ്. കൂടാതെ കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും. കർമ്മസംബന്ധമായ കാര്യങ്ങളിൽ, പ്രവൃത്തി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് പുരോഗതിയും ഉന്നമനവും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. യാത്രാ ഗുണം ഉണ്ടാവും. പ്രത്യേകിച്ച് ദൂരയാത്ര പോകുന്നവർക്ക് ദൂരയാത്രാ സംബന്ധമായ ഗുണങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സമയമാണിത്. കൃഷി സംബന്ധമായ കാര്യങ്ങൾ, കൃഷിക്കാരെ സംബന്ധിച്ച് കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃഷിയിൽ ലാഭം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. രോഗശാന്തി, രോഗികളായിട്ടുള്ളവർക്ക് ഈ നക്ഷത്രക്കാർ, ഈ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് രോഗസംബന്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് രോഗശാന്തി ലഭിക്കാനും ഈ സമയം വളരെ ഉപകരിക്കും. വ്യാപാര സംബന്ധമായ കാര്യങ്ങളിൽ വ്യാപാരികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും കച്ചവട സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകാനും ഈ സമയം വളരെ നല്ലതാണ്. കൂടാതെ ഭൂമി ലാഭം, ഭൂമി മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി മേടിക്കാനായിട്ടുള്ള സാഹചര്യം വന്നു ചേരും. ഭൂമിയിൽ നിന്നും ലാഭം എടുക്കുന്നവർക്ക് ലാഭം കൂടുതൽ കിട്ടാനുള്ള അവസരങ്ങളും ഈ സമയം ഉണ്ടാകുന്നതാണ്. പിന്നെ സ്ഥാനമാന ലബ്ധി ഉണ്ടാവും. സ്ഥാനമാനങ്ങൾ, ഇവരെ സംബന്ധിച്ച് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ, ആദരവ് ലഭിക്കാൻ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ സൽകീർത്തി ഉണ്ടാകാൻ എല്ലാനും വളരെ ഉപകാരപ്രദമായ ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ പദവി കിട്ടാനും ഉന്നതമായ വിജയം കൈവരിക്കാനും മത്സരങ്ങളിൽ വിജയിക്കാനും പരീക്ഷകളിൽ വിജയിക്കാനും ഒക്കെ നല്ല സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അവരെ സംബന്ധിച്ച് ആദരവും ബഹുമാനവും സൽകീർത്തിയും എല്ലാം അവരെ തേടി വരുന്ന ഒരു സമയമാണ്. സ്വജനങ്ങളുടെ എന്നാൽ ചില ദോഷാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് അല്പം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്വജനങ്ങളുടെ വിയോഗം, അതായത് അവരായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വ്യക്തികളുടെയും ചിലപ്പോൾ വിയോഗങ്ങൾ, അവരെ സംബന്ധിച്ചുള്ള വേർപാട് ഇതെല്ലാം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പുണ്യകർമ്മങ്ങൾക്ക് തടസ്സം, ഇവരെന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ തടസ്സങ്ങൾ വരാനും സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായി ചില പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൂടാതെ ശത്രുവിനെ സംബന്ധിച്ച് ഭീതി ഉണ്ടാവും. ശത്രുക്കളെ സംബന്ധിച്ച് ഇവർക്ക് ഭീതി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടുള്ള ഈ വൃശ്ചികക്കൂറിന്റെ പുതുവർഷ ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും
ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.